10ല് 2 മാർക്കോ? അയ്യേ നാണക്കേട്. പിന്നെ പറയുന്ന കേട്ടാത്തൊന്നും നിനക്ക് 10ല് 10 ഓ 10 10 ഇല്ലേലും എനിക്ക് 5 കൂടുതലുണ്ട്. അല്ലാതെ നിന്നെപ്പോലെ 1 2 അല്ല. നോക്കിക്കോ, ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുമല്ലോ നീ എന്നെ കളിയാക്കുന്ന കാര്യം. പിന്നെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു കൊടുക്ക്. 10 2 മേടിച്ചോണ്ട് വരുന്ന നിനക്കായിരിക്കും ആദ്യം അടി കിട്ടാൻ പോകുന്നത്. ആദിത്യൻ, നവനീത്. ടീച്ചർ. മക്കളെ, ആദിയുടെ അച്ഛൻ നിങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ട്. ബാഗ് എടുത്ത് ഓഫീസിലേക്ക് ചെല്ല്. ഇതെന്താ അച്ഛൻ ഉച്ചയ്ക്ക് വിളിക്കാൻ വന്നത്? പക്ഷേ എന്നോട് എന്തിനാ ബാഗ് എടുത്ത് ചെല്ലാൻ പറഞ്ഞത്? എന്നെ നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോവാണോ? ചിലപ്പോ ആയിരിക്കും. ബാ പോയി നോക്കാം. നമ്മൾ എങ്ങോട്ടാ അങ്കിള് പോകുന്നത്? നിങ്ങളുടെ വീട്ടിലോട്ടാണോ? അങ്കിളല്ല, മോൻ ഇനി മുതൽ എന്നെ അച്ഛാന്ന് വിളിച്ചാൽ മതി. ഹായ്, അപ്പൊ എനിക്ക് 2 അച്ഛന്മാരെ കിട്ടുവോ? മോനെ, അച്ഛൻ പറയുന്നത് മോൻ സമാധാനമായിട്ട് കേൾക്കണം. മോൻ്റെ അച്ഛനും അമ്മയും ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അയ്യോ അങ്കിൾ, എൻ്റെ അച്ഛനും അമ്മയും? അവർ നമ്മളെ വിട്ടു പോയി. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ നാളെ തന്നെ തിരിച്ചു പോകുക. നന്ദുമോന് കൂടിയുള്ള ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തിന്? താൻ പോകുന്നേ പൊക്കോ, പക്ഷേ നന്ദുവിനെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? പിന്നെ എൻ്റെ കൂടെയല്ലേ ഇനി അവൻ നിൽക്കേണ്ടത്? എൻ്റെ ഒരേ ഒരു പെങ്ങളുടെ മോനല്ലേ അവൻ. അവനിനി ഈ ലോകത്ത് ബന്ധു എന്ന് പറയാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. തൻ്റെ അളിയൻ എൻ്റെ വെറും കൂട്ടുകാരനല്ലായിരുന്നു, എൻ്റെ കൂടപ്പറമ്പ് തന്നെയായിരുന്നു അവൻ. അവനില്ലതായി എന്നും പറഞ്ഞ് അവൻ്റെ മോൻ ഒരിക്കലും അനാഥനാവില്ല. അവൻ എൻ്റെ മോനായിട്ട് എൻ്റെ വീട്ടിൽ വളർന്നോളും. എനിക്കിനി മക്കളൊന്നല്ല 2. എടോ, ഇതൊക്കെ തനിക്കിപ്പോൾ തോന്നും, പക്ഷെ നാളെ ഒരിക്കൽ അവൻ തനിക്കൊരു ബുദ്ധിമുട്ടാകും. ഇല്ല, എൻ്റെ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവനെ ഇവിടുന്ന് കൊണ്ടുപോകാന്ന് മാത്രം പറയല്ലേ. മരിക്കുന്നതിന് മുമ്പ് അവൻ അവസാനമായി എന്നോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, അവൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണമെന്ന്. അതെങ്കിലും എനിക്ക് അവന് വേണ്ടി ചെയ്തു കൊടുക്കണ്ടേ? ദയവ് ചെയ്ത് അവനെ ഇവിടുന്ന് കൊണ്ടുപോകരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ലേട്ടാ എൻ്റെ കുഞ്ഞ്. ഇന്നലെ തൊട്ട് ഒരേ കരച്ചിലായിരുന്നു. എന്നോട് ഇതുവരെ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല അവൻ. നമ്മൾ അവന് കുറച്ച് സമയം കൊടുക്കണ്ടേ ജീനി? ഇവൻ എന്താ ഇതുവരെ കരച്ചിൽ നിർത്താത്തത്? കണ്ടിട്ട് എനിക്കും സങ്കടം വരുന്നല്ലോ. നന്ദു, എനിക്ക് മതി ഉറങ്ങിയത്. നീ എന്താ എന്നോട് മിണ്ടാത്തതിപ്പോ? കരയില്ലേ നന്ദു, നിനക്ക് ഞാൻ മുട്ടായി തരാം, എൻ്റെ കളിപ്പാട്ടം ഒക്കെ തരാം. ഇങ്ങനെ കരയില്ലേ നീ, എനിക്ക് സങ്കടം വരിക കണ്ടിട്ട്. എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും കാണണം. മുത്തശ്ശി പറഞ്ഞല്ലോ, നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഇനി ആകാശത്ത് നക്ഷത്രമായിട്ട് വരുമെന്ന്. രാത്രിയാവട്ടെ, നമുക്ക് അവരെ പോയി കാണാം. പക്ഷെ അവരെ കാണാൻ പോകുമ്പോൾ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് സങ്കടമാവില്ലേ? ആണോ? അപ്പോൾ അവർക്ക് എന്നെ കാണാൻ പറ്റുമോ? പിന്നെ അവർക്ക് കാണാനൊക്കെ പറ്റും. അവരെപ്പോഴും നന്ദുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നീ നല്ല കുട്ടിയായിട്ടിരുന്നില്ലെങ്കിൽ അവർക്ക് സങ്കടമാവില്ലേ? അയ്യോ ആണോ? എന്നാൽ ഞാൻ എനിക്കറിയില്ല, ഞാൻ നല്ല കുട്ടിയായിട്ടിരുന്നോളാം. പക്ഷേ എന്നാലും അവരെന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് ആകാശത്ത് ഒരുമിച്ച് പോയില്ലേ? അതിന് നീ ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ, നിനക്ക് ഞങ്ങളെല്ലാവരും ഇല്ലേ? ഞാനല്ലേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നിട്ടാണോ നീ എപ്പോഴും എന്നോട് അടി ഉണ്ടാക്കുന്നത്? അത് നീ ദേഷ്യപ്പെടുമ്പോൾ നിന്റെ മൂക്കും കാളും ഒക്കെ ചുമന്ന് വരുന്ന കാണാൻ നല്ല രസമായോണ്ടല്ലേ ഞാൻ നിന്നോട് അടിയൊക്കെ ഉണ്ടാക്കുന്നത്. ശരി ശരി, ഇനി ഞാൻ നിന്നോട് അടിയൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ നീ എന്നെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാമോ? അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാം. ഉമ്മ. ഇനി നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. നീ കഴിക്കാത്തത് കൊണ്ട് ഞാനും ഇതുവരെ ഒന്നും കഴിച്ചില്ല. എനിക്ക് വിശക്കുന്നു. അയ്യോ, നീയും ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? നീ വരാഞ്ഞത് കൊണ്ടല്ലേ ഞാനും കഴിക്കാഞ്ഞത്. ഇനി വന്നേ, നമുക്ക് പെട്ടെന്ന് പോയി കഴിക്കാം. നീ പേടിക്കണ്ട, നന്ദുവിൻ്റെ കാര്യം ഇനി ആദ്യം നോക്കിക്കോളും. എനിക്കൊന്ന് സമാധാനമായത്. എൻ്റെ കുഞ്ഞുങ്ങളെ എന്നും ഇങ്ങനെ ഒന്നിച്ച് സന്തോഷമായിരുന്നാൽ മതിയായിരുന്നു. അന്ന് ഞങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു. പെട്ടെന്നൊരു ദിവസം അച്ഛൻ വന്ന് ഇന്നു മുതൽ നന്ദു നിന്റെ അനിയനാ, അവനെ നോക്കിക്കോണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് കയ്യും കണക്കുമില്ലായിരുന്നു. അച്ഛൻ പറഞ്ഞത് ഞാൻ അതേപടി അനുസരിച്ചു. ആർക്കും കൊടുക്കാതെ പൊതിഞ്ഞു പിടിച്ച ഞാൻ അവനെ കൊണ്ടു നടന്നത്. ഒന്നുമില്ലെങ്കിൽ കുറെ നാള് കാത്തിരുന്ന് ആറ്റുനോറ്റ് എനിക്ക് കിട്ടിയ ഒരു അനിയനല്ലേ. അതുകൊണ്ട് തന്നെ എന്റെ സ്നേഹം മുഴുവൻ ഞാൻ അവനെ വാരിക്കോരി കൊടുത്തു. മഞ്ഞുമഴക്കാട്ടിൽ കുഞ്ഞുമുളം കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ മുത്തുമണിത്തൂവൽ കുളിരണിഞ്ഞു മെല്ലെ അവരെന്നും പറന്നിറങ്ങും. ചെമ്മരിയാടുള്ള മലഞ്ചെരിവിൽ
എങ്ങനെയുണ്ട് നന്ദു എന്നെ കാണാൻ? നല്ല രസമായിട്ടില്ലേ? നല്ല കോമഡി ആയിട്ടുണ്ട്. എനിക്ക് ചിരി വരുന്നു. അത് ശരി, നീ പറഞ്ഞിട്ടില്ലേ ഞാൻ ഈ ഡ്രാമയ്ക്ക് പേര് കൊടുത്തത്, എന്നിട്ടിപ്പോ കളിയാക്കുന്നു എന്നെ. അത് പിന്നെ ഞാൻ അറിഞ്ഞോ ഇങ്ങനെ ഓരോ കോലാവൂന്ന്? ഹായ് ആദി, നല്ല രസമുണ്ടല്ലോ നിന്നെ കാണാൻ. പൂടി, കളിയാക്കല്ലേ. ഹാ, സത്യം പറഞ്ഞതാ, ശരിക്കും ഒരു കുട്ടി രാജകുമാരനെ പോലെയുണ്ട്. നിനക്ക് നന്നായി ചേരുന്നുണ്ട് ഈ വേഷം. എന്നാ കുഴപ്പമില്ല. അല്ല, നീ കോസ്റ്റ്യൂം മാറുന്നില്ലേ? ആ, ഞാൻ റെഡിയാവാൻ പോവായിരുന്നു, അപ്പോഴാ നിന്നെ കണ്ടത്. ഞാൻ എന്നാ പോയി വേഗം റെഡി ആവട്ടെ, എനിക്ക് സ്റ്റേജിൽ കയറാൻ കൊതിയാവുന്നു. നീ രാജകുമാരനും ഞാൻ രാജകുമാരി, നല്ല രസമായിരിക്കും. ഞാനെന്നാ പോയി വേഗം റെഡി ആയിട്ട് വരാവേ. ഒരു രസവും കാണില്ല, അവളൊരു രാജകുമാരി വന്നേക്കുന്നു. എന്തിനാ ചിരിക്കുന്നേ? എനിക്കറിയാം, അവളുടെ കൂടെ കൈയൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കുറെ സീനൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ട് കാണും. അതോർത്തിട്ടല്ലേ നീ ചിരിക്കുന്നത്, എനിക്കറിയാം. എന്റെ നന്ദു, എനിക്കൊരു രാജകുമാരിയും വേണ്ട. എന്റെ രാജകുമാരനെ കാണിക്കാനല്ലേ ഞാൻ ഈ കോലം കെട്ടി നിൽക്കുന്നത്. നീ പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇതിന് പേര് വരെ കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ മുഖവും വെറുപ്പിച്ച് നിൽക്കാതെ സ്റ്റേജിന് അങ്ങോട്ട് വാ. നിനക്ക് കാണണ്ട എന്റെ പ്രോഗ്രാം. അങ്ങനെ എക്സാം കഴിഞ്ഞ് കിട്ടി. ഇനി വേണം ഒന്ന് അടിച്ച് പൊളിക്കാൻ. നീ എന്താണ് എങ്ങനെ ഇരിക്കുന്നത്? എക്സാം കഴിഞ്ഞൊരു സന്തോഷമൊന്നും നിന്റെ മുഖത്ത് കാണാനില്ലല്ലോ. നിനക്ക് ഏത് കോളേജിൽ പോവാനാ ഇഷ്ടം? നമുക്ക് ഒരു കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുമോ, അതോ നീ വേറെ ഞാൻ വേറെ ആയി പോവോ? ഇപ്പോഴേ എന്തിനാടാ അതോർത്ത് ടെൻഷൻ അടിക്കുന്നത്? 2-3 മാസം ഇനിയും കിടക്കല്ലേ. എനിക്ക് നിന്റെ കൂടെ വന്നാ മതി. നീ ഏത് കോളേജിലാണോ പോകുന്നത് എനിക്കും അങ്ങോട്ട് തന്നെ പോയാ മതി. നമുക്ക് ഒരുമിച്ച് തന്നെ പോണം. അപ്പൊ നമുക്ക് ഒന്നിച്ച് കിട്ടിയില്ലെങ്കിലോ? അപ്പൊ ഞാൻ പോവില്ല. എനിക്ക് പോവണ്ട നീ ഇല്ലാതെ ഒരു കോളേജിലോട്ടും. നമുക്ക് ഒന്നിച്ച് കിട്ടിയില്ലെങ്കിലോ? അപ്പൊ എന്താ ചെയ്യാ? വേറെ പോയല്ലേ പറ്റൂ. ഒരേ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ വേറെ പോവാ, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാനാ? ഓ, അപ്പൊ നിനക്ക് ഒറ്റയ്ക്ക് പോകുന്നതല്ലേ ഇഷ്ടം, ഞാനില്ലാതെ? അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ. കരയല്ലേ എന്റെ പൊന്നെ, നമുക്ക് എന്തായാലും ഒരുമിച്ച് തന്നെ പോവാം. കരയല്ലേ നീ? ദേ അമ്മ കണ്ട എന്നെ കൊല്ലും. പ്ലീസ് കരയല്ലേടാ. നന്ദു മോനെ, നീ എന്തിനാണ് കരയുന്നേ? അമ്മേ, ദൈവമേ, തീർന്നു. ഷോ, അമ്മയുടെ പൊന്നിങ്ങനെ കരയല്ലേ. ആദി, ഇവൻ എന്താ പറ്റിയത്? ഇവൻ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നീ എന്തെങ്കിലും പറഞ്ഞോ അവനോട്? എനിക്കറിഞ്ഞൂടാ, അവൻ വെറുതെ കരയുന്നതാ. അല്ല, ഇവൻ പറയാ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഇവൻ എന്നെ കൂട്ടാണ്ട് വേറെ കോളേജിൽ പോകുന്നു. എന്റെ അമ്മേ, ഞാൻ വെറുതെ പറഞ്ഞതാ. അമ്മയ്ക്കറിയാലോ ഇവനില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഒരു കോളേജിലോട്ടും പോവില്ലാന്ന്. എന്നിട്ട് ഇപ്പൊ നിനക്ക് സമാധാനമായോ? മോനെ നന്ദു, ഈ പൊട്ടനോട് പോവാൻ പറ. അവനുള്ളത് വൈകിട്ട് അച്ഛൻ വരട്ടെ, നമുക്ക് കൊടുക്കാം. എന്റെ പൊന്നിങ്ങനെ വിഷമിക്കണ്ട. എന്തായാലും നിങ്ങളെ രണ്ടിനെ 2 സ്ഥലത്തായിട്ടൊന്നും ഞങ്ങൾ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കോളേജിൽ തന്നെ എന്റെ 2 മക്കളും പഠിക്കും. എന്റെ മോൻ ഇങ്ങനെ കരയില്ലേ? വേണ്ട, അവൻ എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അങ്ങനെ പറഞ്ഞൂടാ, അതെങ്ങനെ ശരിയാവും? നീ എവിടാണോ ഞാനും അവിടെ തന്നെ. ആഹാ, കൊള്ളാലോ നിന്റെ മനസ്സിലിരിപ്പ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോവാ. ദേ പോന്നു. എടാ, ഞാൻ വെറുതെ പറഞ്ഞതാടാ, പെണങ്ങല്ലേ. ഓ, ഈ ചെറുക്കൻ. ആ, കണക്കായി പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്റെ പൊന്നമ്മേ, ഞാൻ വെറുതെ പറഞ്ഞതാന്ന്. അമ്മയ്ക്ക് അറിഞ്ഞൂടെ അവനില്ലാതെ ഞാൻ എങ്ങോട്ടും ഒറ്റയ്ക്ക് പോവില്ലാന്ന്. പക്ഷെ അവൻ പിണങ്ങിയെന്നാ തോന്നുന്നേ. ആ, അത് പറയുമ്പോ ആലോചിക്കണമായിരുന്നു. ഇനിയിപ്പോ അനുഭവിച്ചോ. ആ, പിന്നെ അവന്റെ പിണക്കം മാറ്റി കൊണ്ടുവരാതെ നിനക്ക് ഇവിടെ നിന്ന് പച്ച വെള്ളം തരില്ല. മര്യാദയ്ക്ക് അവനെ വിളിച്ചോണ്ട് കഴിക്കാൻ വാ, എന്നാ ഞാൻ വല്ലതും തിന്നാൻ തരാം. ഓ, ഒരമ്മയും മോനും വന്നേക്കുന്നു. രണ്ടും കണക്കാം. ആ പിണക്കമൊന്നും എനിക്ക് പുത്തരിയല്ലായിരുന്നു. വർഷങ്ങൾ കടന്നു പോകെ ചെറിയ പിണക്കോ ഇണക്കോ ഒക്കെ ഞങ്ങൾക്കിടയിൽ സാധാരണയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ പിണക്കം മാറ്റലൊക്കെ എനിക്ക് വെറും നിസ്സാരമായിരുന്നു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോ എന്തോ ഭാഗ്യത്തിന് നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. അവൻ ആസ് യൂഷ്വൽ ഏറ്റവും നല്ല മാർക്ക് തന്നെയായിരുന്നു. ബൈക്ക്, എനിക്ക് ഇത്തവണ എന്തായാലും ബൈക്ക് കിട്ടിയേ പറ്റൂ. അച്ഛൻ പ്രോമിസ് ചെയ്തതാ, നല്ല മാർക്ക് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബൈക്ക് മേടിച്ചു തരാന്ന്. ഇനി വാക്കും മാറ്റാൻ പറ്റില്ല. ഓ, നീ ഒന്ന് അടങ്ങ് ചെറുക്കാ. ഞാൻ മേടിച്ചു തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ആദ്യം നീ പോയി നിന്റെ ലൈസൻസ് എടുക്ക. അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം നിനക്ക് ഞാൻ ബൈക്ക് മേടിച്ചു തരാം, പോരെ? സത്യം? മതി, ധാരാളം മതി എന്റെ പൊന്നച്ഛൻ. ഇനി എന്റെ നന്ദുമോൻ എന്താ വേണ്ടേന്ന് പറ. മോൻ എന്ത് ചോദിച്ചാലും അച്ഛൻ മേടിച്ചു തരും. എന്താ വേണ്ടേ? എനിക്ക്
എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട അച്ഛാ. ഹാ, അത് പറഞ്ഞാൽ പറ്റില്ല. നീ ഇതുവരെ അങ്ങനെ ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇത്തവണ അങ്ങനെ പറ്റില്ല. നീയും എന്റെ മോനല്ലേ, നിനക്ക് എന്തെങ്കിലും ഞാൻ മേടിച്ചു തരണ്ടേ? ഞാനായിട്ട് മേടിച്ചു തന്നാ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല, അതാ മേടിക്കാത്തത്. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ പറ, ഞാൻ മേടിച്ചു തരും. എനിക്ക് അങ്ങനെ ഒന്നും ആവശ്യമില്ല. വേണ്ടതെല്ലാം അപ്പൊ അച്ഛൻ മേടിച്ചു തരുന്നില്ലേ? ഇനിയിപ്പോ എന്താ ഞാൻ ചോദിക്കാ? എനിക്ക് അങ്ങനെ ഒന്നും ഓർമ്മ വരുന്നില്ല. ഹാ, എന്തേലും ഒരു ആഗ്രഹം കാണില്ലേ? നീ ഒന്ന് ആലോചിക്ക്. പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നേ. എന്നാ നിനക്ക് ഞാനൊരു ബൈക്ക് വാങ്ങി തരട്ടെ? അപ്പൊ കോളേജിലൊക്കെ പോവാൻ സൗകര്യമായല്ലോ. ഏയ്, എന്തിനാ 2 ഞാൻ ആദ്യയുടെ ബൈക്കിൽ പൊക്കോളാം. എടാ പൊട്ട, കിട്ടിയ ചാൻസ് വെറുതെ കളയില്ലേ. ഇനി അച്ഛൻ ഇങ്ങനെയൊന്നും ഉടനെ ഒന്നും ചോദിക്കൂല. സ്വന്തമായിട്ടൊരു ബൈക്കാ കിട്ടാൻ പോകുന്നത്, അത് വെറുതെ കളയാൻ നിൽക്കണ്ട. അല്ല, ഞാൻ പറയായിരുന്നു ഒരു ബൈക്കും കൂടെ ഉണ്ടെങ്കിൽ സൗകര്യമായെന്ന്. ഇപ്പൊ ഞാൻ അവനെ എന്റെ ബൈക്കിൽ കൊണ്ടുപോയാലും പിന്നെ കുറച്ചു കഴിഞ്ഞ് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഒക്കെ ആയാല് അവളെ പിന്നെ എന്റെ ബൈക്കിൽ കയറ്റണ്ടേ? അപ്പൊ ഇവനും കൂടെ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ സൗകര്യമായേനേന്ന്. ഹാ, മൊട്ടേന്ന് വീണിട്ടില്ല, അപ്പോഴാ അവന്റെ ഒരു ഗേൾ ഫ്രണ്ട്. എടാ ചെറുക്ക, പഠിക്കാൻ വിട്ടാ മര്യാദയ്ക്ക് പോയി പഠിച്ചിട്ട് വരണം. അല്ലാതെ കണ്ട പെമ്പിളാരെ വായി നോക്കാൻ നീ അങ്ങോട്ട് പോകുന്നതെങ്കിൽ നിനക്കറിയാലോ എന്റെ സ്വഭാവം. ഹാ, നീ ഇങ്ങനെ ബഹളം വെക്കല്ലേ എന്റെ പൊന്ന് ജീനി. അവൻ ഇപ്പോഴത്തെ കാര്യമല്ലല്ലോ പറഞ്ഞത്, പിന്നെ എപ്പോഴും അല്ലേ. എന്തായാലും നിന്റെ മോൻ ഏതെങ്കിലും പെണ്ണിനെ വിളിച്ചോണ്ട് തന്നെ കയറി വരും, അതെനിക്ക് ഉറപ്പാ. അല്ലാതെ നമ്മൾ പറയുന്ന പെണ്ണിനെ ഒന്നും ഇവൻ കെട്ടാൻ പോണില്ല. എന്നാ അന്ന് ഇവന്റെ അവസാനായിരിക്കും. ഓ, ഇതെന്ത് കഷ്ടാ. ഓ, അത് പിന്നത്തെ കാര്യല്ലേ, അതപ്പൊ നോക്കാം. ഇപ്പൊ നന്ദു, നീ പറ, നിനക്ക് എന്താ ഞാൻ വാങ്ങിത്തരേണ്ടത്? ബൈക്ക് അവനും ബൈക്ക് മേടിച്ചു കൊടുത്താൽ മതി അച്ഛാ. വേണ്ട, എനിക്ക് ബൈക്കൊന്നും വേണ്ട അച്ഛാ. എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ പറയാം, അപ്പൊ എനിക്ക് എന്തെങ്കിലും മേടിച്ചു തന്നാ മതി. ഇപ്പൊ തൽക്കാലം എനിക്കൊന്നും വേണ്ട. അങ്ങനെങ്കി അങ്ങനെ. ഞാൻ എന്നാ റൂമിൽ പോവാ, എനിക്കൊരു ബുക്ക് വായിച്ചു തീർക്കാനുണ്ട്. ശരി എന്നാ. ശരി മോനെ, അമ്മ എന്നാ കഴിക്കാനാകുമ്പോ വിളിക്കാം. ഇന്ന് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെയാ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇവനിതെന്താ പെട്ടെന്ന് പറ്റിയേ? എന്തായാലും അമ്മ പറഞ്ഞതുപോലെ ഞങ്ങളെ ഒരു കോളേജിൽ തന്നെ ചേർത്തു. ഒരേ ഹോസ്റ്റൽ, ഒരേ റൂം, അങ്ങനെ അവിടെയും ഞങ്ങൾ ഒരുമിച്ച്. ഞങ്ങൾക്ക് കോളേജ് ലൈഫ് അടിപൊളിയാക്കാൻ അതേ കൂടുതൽ വേറൊന്നും വേണ്ടായിരുന്നു. അവനും ഞാനും, എനിക്ക് അവനും അടുത്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട. കോളേജിലെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയേ വേണ്ട. വൻ ശോകം. കുറെ ബോറിംഗ് ക്ലാസ്, തലയ്ക്ക് വെളിവില്ലാത്ത കുറെ പ്രൊഫസേഴ്സ്, അതിന്റെ അപ്പുറത്തെ പ്രാന്തുള്ള കുറെ പിള്ളേരും. മൊത്തത്തിലൊന്നും ഞങ്ങൾക്ക് അവിടെ അങ്ങോട്ട് സെറ്റായില്ല. ഓ, ഇവന്മാരെന്തിനാ ഇത്ര രാവിലെ ഈ ക്ലാസ് ഒക്കെ വെച്ചേക്കുന്നത്? പതിയെ ഒരു 10 മണിയൊക്കെ ആയിട്ട് തുടങ്ങിയാ പോരെ, വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. ദേ, ഞാനൊന്നും പറയുന്നില്ല. രാത്രി മുഴുവനും ഗെയിം കളിച്ചിരുന്നപ്പോ ആലോചിക്കണായിരുന്നു രാവിലെ ഇവിടെ വന്നിരുന്ന് ഉറക്കം തൂങ്ങുന്നു. ഞാൻ നിന്നോട് പറഞ്ഞതാ നേരത്തെ കിടന്ന് ഉറങ്ങാൻ, കേട്ടില്ലല്ലോ? അതപ്പോ എനിക്ക് ഉറക്കം വന്നില്ല. എന്നിട്ട് ഇപ്പൊ നന്നായി വരുന്നില്ലേ? ഹോംവർക്ക് തന്നാ അതും ചെയ്യൂല, എന്നിട്ട് എന്നെ കൊണ്ടിരുന്ന് ചെയ്യിപ്പിച്ചാ മതിയല്ലോ. സത്യം പറഞ്ഞാ ഞാനിത് നിനക്ക് എഴുതി തരാനേ പാടില്ല. എന്നെ ഇത് എഴുതാത്തതിന് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടണം സാറ്, അപ്പോഴേ നീ പഠിക്കൂ. അതിന് നീ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാലോ. നീ എനിക്ക് എന്തായാലും എഴുതി തരുമല്ലോ. ഹിഹി. ഹായ്. സോറി, വേറെ എവിടെയും ബോയ്സിന്റെ അടുത്ത് സീറ്റ് ഒഴിവില്ല. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാനും കൂടെ ഇവിടെ ഇരുന്നോട്ടെ എന്ന്. ഓ, വൈ നോട്ട്, ഇരുന്നോളൂ. താങ്ക് യു. ലേറ്റ് അഡ്മിഷൻ ആണോ? അതെ, കുറച്ച് ലേറ്റ് ആയി. ആക്ച്വലി ഞങ്ങള് പുറത്താ. വീട്ടുകാർക്ക് ഞാനിങ്ങോട്ട് പഠിക്കാൻ വരുന്നതില് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കായിരുന്നു നാട്ടിൽ പഠിക്കണമെന്ന്. അതുകൊണ്ട് അഡ്മിഷനൊക്കെ ആയിക്കഴിഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. അതാ ലേറ്റ് ആയി പോയെ. ഓ, ബൈ ദ വേ, ഞാൻ ആദിത്യൻ. ഇത് നവനീത്. നന്ദുന്ന് വിളിക്കും. ഓ ഹായ്, എന്റെ പേര് ധ്യാൻ. ഹായ് നന്ദു, നൈസ് ടു മീറ്റ് യു. ഹായ്. അല്ല, നീ എവിടെയാ സ്റ്റേ? ഹോസ്റ്റലിലാണോ? ഞാൻ ഏതെങ്കിലും PG കിട്ടുമെന്ന് നോക്കുക. അത് കിട്ടണ വരെ തൽക്കാലം ഹോസ്റ്റലിൽ നിൽക്കാന്നാ വിചാരിക്കുന്നത്. നിങ്ങൾ ഹോസ്റ്റലിലാണോ അതോ പോയി വരികയാണോ? ഏയ്, പോയി വരാൻ ഞങ്ങൾക്ക് കുറച്ച് ദൂരമുണ്ട്. 2 ജില്ല കഴിഞ്ഞു പോണം. അതുകൊണ്ട് ഞങ്ങളിപ്പോ ഹോസ്റ്റലാ. ഓ, നിങ്ങൾ രണ്ടുപേരും ഒരു നാട്ടിൽ നിന്നാ? ഒരു നാട്ടിൽ നിന്ന് മാത്രമല്ല, ഒരു വീട്ടിൽ നിന്ന് തന്നെയാ വരുന്നത്. വി ആർ ബ്രദേഴ്സ്. അപ്പൊ നിങ്ങള് ട്വിൻസ് ആണോ? കണ്ടാ പറയില്ല കേട്ടോ. അയ്യോ, ട്വിൻസ് ഒന്നുമല്ല. ഞങ്ങള് ബയോളജിക്കലി ബ്രദേഴ്സ് ഒന്നുമല്ല, പക്ഷെ ഞങ്ങള് ബ്രദേഴ്സ് ആണ്. ഒത്തിരി തല പുകയ്ക്കണ്ട.
അതൊക്കെ പതിയെ പറഞ്ഞു തരാം, ഇനിയും സമയമുണ്ടല്ലോ. ആയിക്കോട്ടെ. അല്ല, നന്ദു എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനിവിടെ ഇരുന്നത് ഇഷ്ടായില്ലേ? ഏയ്, അവൻ അങ്ങനെയാ, മറ്റുള്ളവരോട് അങ്ങനെ വലിയ സംസാരമൊന്നുമില്ല. കമ്പനിയായി വരാൻ കുറച്ച് സമയാവും. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അത്രേ ഉള്ളൂ. ഓ, ഇൻട്രോവേർട്ട് ആണല്ലേ? ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ധ്യാൻ വന്നതോടെ ഞങ്ങളുടെ ശോകം പിടിച്ച കോളേജ് ലൈഫ് ആകെ ഒന്ന് കളറായി. അവൻ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുമായിട്ട് കമ്പനിയായി. പൊതുവെ ആരോടും അങ്ങനെ എടുക്കാത്ത നന്ദു പോലും ധ്യാനുമായിട്ട് പെട്ടെന്ന് എടുത്തു. പിന്നങ്ങോട്ട് ഞങ്ങൾ 3 പേരുമായിരുന്നു എന്തിനും ഏതിനും. പിന്നെ ക്ലാസ്സായി, എക്സാമായി, കോളേജ് പ്രോഗ്രാംസ് ആയി, മൊത്തത്തിലൊരു ബഹളായിരുന്നു അങ്ങോട്ട്. കുറച്ച് പാടാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ മ്യൂസിക് ക്ലബിൽ കയറി. അത്യാവശ്യം കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ട് എനിക്കിപ്പോ കോളേജില്. അങ്ങനെ തട്ടിമുട്ടി എങ്ങനെയോ ഞങ്ങൾ 3rd ഇയർ വരെ സപ്ലി ഒന്നും ഇല്ലാതെ കൊണ്ട് എത്തിച്ചു. എടാ അളിയാ, ദേ നോക്ക്, നിമ്മിയുടെ പുതിയ പോസ്റ്റ്. എന്റെ മോനെ, എന്നാ സ്ട്രക്ചറാടാ ഇവക്ക്. എവിടെ എവിടെ നോക്കട്ടെ. ഛേ, വൃത്തികെട്ടവന്മാര് എന്തൊക്കെയാ നോക്കുന്നത്. എടാ ഇതൊന്നും നോക്കിയേ, അപ്പൊ നീയും പറയും ഇങ്ങനെ തന്നെ. എനിക്കിത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലല്ലോ. അത് നീ കണ്ണുപൊട്ടനായോണ്ടാവും. എടാ ഇവളുമാർ ഇതൊക്കെ ഇത്ര കഷ്ടപ്പെട്ടിങ്ങനെ പോസ്റ്റ് ഇടുന്നത് തന്നെ നമ്മളെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ. അത് നീയൊക്കെ കാണാനിരുന്ന് കൊടുത്തിട്ടല്ലേ. പലരും പലതും കാണിക്കും എന്നും പറഞ്ഞ് നമ്മൾ അതൊക്കെ കാണണമെന്നുണ്ടോ? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവളെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വിടാൻ. ഓ എന്റെ പൊന്നോ, ഞാൻ അന്നേ ബ്ലോക്ക് ചെയ്തതാ. ആ, നല്ല കാര്യം, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇല്ലേ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും നീ ഇവിടെ പെമ്പിള്ളാരുടെ വൃത്തികെട്ട ഫോട്ടോയും വായി നോക്കി ഇരിക്കുന്നു. അയ്യേ പേടിത്തൊണ്ടൻ. കുറച്ച് പേടിയൊക്കെ വളരെ നല്ലതാ. ഹായ്. യെസ്, ഈ ആദിത്യൻ. അത് ഞാനാ. എന്താ കാര്യം? ഹായ് ചേട്ടാ, എൻ്റെ പേര് അനുപമ. മ്യൂസിക് ക്ലബിലെ പുതിയ മെമ്പറാണ്. അപ്പോൾ ചേട്ടനെ കണ്ട കോളേജ് ഡേയുടെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുമെന്ന് സീനിയേഴ്സ് പറഞ്ഞു. ഓ, കുട്ടിയാണല്ലേ ഇത്തവണ കോളേജ് ഡേക്ക് പാടുന്നത്. ഷുവർ, ഞാൻ പറഞ്ഞു തരാം. താൻ എപ്പോഴാ ഫ്രീ ആവുന്നതെന്ന് പറഞ്ഞാൽ മതി. എന്നാ ഇന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ചേട്ടാ ഫ്രീ ആണെങ്കിൽ. ഓ ഓക്കെ, ശരി എന്നാ. ഞാൻ പ്രാക്ടീസ് റൂമിലെ വേണം ക്ലാസ് കഴിഞ്ഞിട്ട്, അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ ചേട്ടാ, ഞാൻ അവിടെ ഉണ്ടാവും. താങ്ക് യു. ഇതൊക്കെയാണ് പാടാൻ അറിയാമെങ്കിലുള്ള ഓരോരോ ഗുണങ്ങള്. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേര് ഇങ്ങോട്ട് തേടി വരും. അളിയാ, നിന്റെ പകുതി കഴിവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ. ഒന്ന് പോടാ. പക്ഷേ ആള് കൊള്ളാല്ലേ. എന്താ മോനെ, ഇഷ്ടായോ നിനക്ക്? ഒന്ന് പോടാ. ഒന്ന് നോക്കണോ? ഇനിയിപ്പോ ഒന്നിച്ച് ക്ലബിലൊക്കെ കേറിയില്ലേ, ഒന്നിച്ച് പാടാനൊക്കെ ഒത്തിരി ചാൻസ് കിട്ടും. നിനക്ക് വേണേ നീ ഒരു കൈ നോക്കിക്കോ, ചെലപ്പോ വളഞ്ഞാലോ. അവിടെ നോട്ടം കണ്ടിട്ട് നിന്നെ നന്നായി ബോധിച്ച മട്ട. എന്നാ ഒരു കൈ നോക്കല്ലേ. ഇതൊക്കെ അല്ലേടാ അതിന്റെ ഒരു രസം. നീ നോക്കടാ ധൈര്യമായിട്ട്. എന്താടാ നിന്ന് നിന്റെ അഭിപ്രായം? ഞാൻ നോക്കട്ടെ. അതെന്തിനാ നീ എന്നോട് ചോദിക്കുന്നത്? നിന്റെ ഇഷ്ടമല്ലേ അതൊക്കെ. ഞാൻ കഴിച്ചു കഴിഞ്ഞു. എനിക്കൊന്ന് ലൈബ്രറി വരെ പോണം. അപ്പൊ ശരി, നിങ്ങൾ കഴിച്ചോ, ഞാൻ ക്ലാസ്സിൽ കാണും. പോയോ ഇവനിതെന്താ? അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. എടാ, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യോ? ഞാൻ ആ കൊച്ചിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. നടക്കട്ടെ നടക്കട്ടെ, പയ്യെ സമയമെടുത്ത് വന്നാ മതി, ഞങ്ങള് വെയിറ്റ് ചെയ്തോളാം. പറ്റില്ല, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ട്, ഞാൻ പോവാം. എന്ത് സാധനം? എന്നാ നീ ഇവിടെ നിൽക്കേ, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി ഒക്കെ വാങ്ങാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. നീ നിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പയ്യെ വന്നാ മതി. പോയോ? എടാ, നീ ഇവിടെ എന്നാ അവന്റെ കൂടെ ചെല്ല്, അവനെ ഒറ്റയ്ക്ക് വിടണ്ട. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങ് വന്നോളാം. ചെല്ല്. ഓക്കെ. എടാ കേറ്. പറ, നിനക്ക് എങ്ങോട്ടാ പോണ്ടേ? ഹോസ്റ്റൽ. അപ്പൊ നിനക്ക് എന്തൊക്കെയാ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു? അതിന് ഞാൻ പിന്നെ വാങ്ങിക്കോളാം. നീ തൽക്കാലം ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകും.
നന്ദു എവിടെ? ഞാൻ നോക്ക്, ഞാൻ മന്തി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ പൊട്ടനോട് കൂടെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് ഇനി താഴോട്ടൊന്നും തിന്നാൻ പോണ്ടെന്ന്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ. അത് ശരി, പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത്? ദേ മര്യാദക്ക് തിന്നോണം. ഇപ്പൊ എന്തിനാ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ആ ചുണ്ട് എന്തിനാ ഇങ്ങനെ കയറ്റി പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ മോന്ത എന്റെ ചുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ വെക്കും, നിനക്കെന്താ? ഓ പക്ഷെ അത് കാണുമ്പോ അച്ചാക്ക് വരുന്നത് എനിക്കല്ലേ. നിന്നെ പിടിച്ച് കടിച്ച് തിന്നാനാ തോന്നുന്നത് ആ ചുണ്ട് അങ്ങനെ വെച്ചിരിക്കുന്ന കാണുമ്പോ, ഒരുമാതിരി കുഞ്ഞു പിള്ളാരെ പോലെ. അല്ല എന്താണാവോ ഇപ്പൊ മന്തി ബഹിഷ്കരിക്കാൻ മാത്രം എന്നോട് പിണങ്ങിയിരിക്കാൻ കാര്യം? ഞാൻ ലേറ്റായി വന്നോണ്ടാ? നീ എവിടെ ആയിരുന്നു ഇത്രയും നേരം? സമയം എത്രയെന്ന് കണ്ടോ? അതൊന്നും പറയണ്ട, പ്രാക്ടീസ് റൂമിൽ എല്ലാരും ഉണ്ടായിരുന്നേ. അപ്പൊ കോളേജിലേക്ക് പാടാനുള്ള പാട്ടൊക്കെ സെലക്ട് ചെയ്തിങ്ങനെ കുറെ സമയം അങ്ങ് പോയി. നാളെ തൊട്ട് നീ പ്രാക്ടീസ് തുടങ്ങണം. അപ്പോ നീയാണോ അവളുടെ കൂടെ പാടുന്നേ? എന്നെയാ ഇപ്പൊ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കുട്ടി കുഴപ്പമില്ല, നന്നായി പാടുന്നൊക്കെ ഉണ്ട്. നിനക്ക് ഇഷ്ടായോ? വലിയ കുഴപ്പമില്ല, നല്ല വോയിസാ. കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാനുണ്ട്. അപ്പോ പ്രാക്ടീസ് ഒക്കെ ആയിട്ട് നീ നാളെ തൊട്ട് എന്ന് ലേറ്റ് ആയിട്ടാവുമല്ലേ വരുന്നത്? വേണ്ടി വരും, പക്ഷെ ഇത്രയും ലേറ്റ് ആവില്ല കേട്ടോ. ഇതിൽ നേരത്തെ വരാൻ ഞാൻ നോക്കാം. നീ വന്ന് കുളിച്ചത് ചായ ഒക്കെ കുടിച്ചിരിക്കുമ്പോഴത്തേക്കിനും ഞാനിങ്ങ് എത്തിക്കോളാം. അതുകൊണ്ട് അതോർത്ത് ഇപ്പോഴേ തല പുകയ്ക്കണ്ട. ഓ നീ എപ്പോഴാന്ന് വെച്ചാവാ, എനിക്കെന്താ അതിന്? എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഓ അതെനിക്ക് നന്നായി അറിയാലോ നിനക്കൊരു കുഴപ്പമില്ലെന്ന്. എന്നിട്ട് ഞാൻ വന്നു കഴിയുമ്പോ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാനല്ലേ നിനക്ക്? പിന്നെ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എപ്പോഴാന്ന് വെച്ചാ വന്നാ മതി. ഓ ആയിക്കോട്ടെ, നിനക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ എനിക്ക് നല്ല കുഴപ്പമുണ്ട്. നീ മിസ് ചെയ്തില്ലേലും ഞാൻ നിന്നെ മിസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ലേറ്റ് ആവാനൊന്നും പറ്റില്ല. അതിനു മുന്നേ ഞാൻ ഇങ്ങ് എത്തിക്കോളാം. അയ്യടാ എന്താ ശരി, ഒന്ന് പോടാ. എന്താ ശരി, ഞാൻ പോയൊന്ന് കുളിച്ചിട്ട് വരാം. നീ അവരെ വിളിച്ച് പറ. അടുത്തത് ആദ്യയുടെ പാട്ടല്ലേ? അതെ ആണെന്ന് തോന്നുന്നു. ഹായ് ഗൈസ്. കഴിഞ്ഞ തവണ പറഞ്ഞത് തന്നെ എനിക്ക് ഇത്തവണയും പറയാനുള്ളൂ. ഇന്നത്തെ പാട്ടും ഞാൻ എന്റെ ആ സ്പെഷ്യൽ പേഴ്സണിന് വേണ്ടിയിട്ടാണ് പാടുന്നത്. കുഞ്ഞിലെ വെറുതെ മൂളിപ്പാട്ട് പാടി തുടങ്ങിയ കാലം തൊട്ടേ എന്റെ കഴിവില് എന്നെക്കാളേറെ വിശ്വസിച്ച, എന്നെ എന്തിനും എന്നും മോട്ടിവേറ്റ് ചെയ്ത ആ ഒരാള് ഏത് സ്റ്റേജിലും പതറാതെ നിന്ന് പെർഫോം ചെയ്യാൻ എനിക്ക് ധൈര്യം തന്ന മൈ ഫോറെവർ സപ്പോർട്ടർ. ദിസ് ഇസ് ഫോർ യു. എടാ അത് നീയാണോ? അവൻ ഇപ്പൊ പറഞ്ഞ സ്പെഷ്യൽ പേഴ്സൺ നീയാണോന്ന്? അതെ എന്നെ തന്നെയാ. എനിക്ക് തോന്നി. നെഞ്ചിൽ തഞ്ചി നിന്റെ കൊഞ്ചനാദം പാടും പാട്ടിന്റെ പഞ്ചാമൃതം കണ്ണിൽ മിന്നി കനമിന്ന നാളം ആരും കാണാത്ത ദീപാങ്കുരം നിന്നോട് മിണ്ടാൻ നിന്നെ തലോടാൻ ചുണ്ടോട് ചുണ്ടിൽ തേനുണ്ട് പാടാൻ മോഹിച്ചു നിൽപ്പാണു ഞാൻ നിനക്കിന്തഴകാണഴകേ നിറവാർമഴയിൽ ചിറകേ നിലവിൽ വിരിയും നിലവേ. എടാ മോനെ പൊളിച്ചു, എല്ലാവർക്കും ഇഷ്ടായി. ജൂനിയർ പെമ്പിള്ളാര് ഫുൾ ഫ്ലാറ്റ്. എല്ലാരും ഇത് ബഹളായിരുന്നോ? നന്ദു നീ കേട്ടില്ല എന്റെ പാട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് ഇഷ്ടായോ? പിന്നെ ഇഷ്ടാവാതെ? നീയല്ലേ പാടിയത്, നന്നാവാതിരിക്കുവോ? അപ്പോ നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടായി. ആദ്യം നീ വരുന്നില്ലേ? നമ്മുടെ പ്രോഗ്രാം ആകാറായി. അതാ വരുന്നു. ആഹാ ചേട്ടനൊക്കെ പോയി ഇപ്പൊ ആദ്യം ആയാലോ. പ്രോഗ്രസ് ഉണ്ട്. ഒന്ന് പോടാ. ഞാനെന്നാ പോയിട്ട് വരാം, സമയായി. ഓ ചെല്ല് ചെല്ല്. വാടാ നമുക്ക് പോയി ഫ്രണ്ടിലിരിക്കാം.
ബാ പോവാം. ആദി, എന്താ അനു? ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. എന്താ അത്? ഇവിടെ വെച്ചല്ല, അവിടെ സ്റ്റേജിൽ. ഓക്കെ, ആയിക്കോട്ടെ. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. ആ, 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 ആ. വാനിടം മംഗളമാലപിക്കേ ഓമനേ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈരമേഘം പൂവും കൊണ്ടേ പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. ആദി, ഐ ഹാവ് ടു സേ സംതിങ്. വിൽ യു ബി മൈ ബോയ് ഫ്രണ്ട്? അനു, അത് ഞാനൊത്തിരി ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ. എനിക്ക് ആദ്യം ഇഷ്ടമാണ്. അത് എനിക്ക് ഐ ഗസ് ഐ ആം ഓക്കെ. വാട്ട്, ശരിക്കും നിനക്ക് സമ്മതമാണോ? യെസ്. നന്ദു, നന്ദു, നീ ഇതെങ്ങോട്ടാ ഈ പോകുന്നത്? എടാ, ഈ കരയാണോ നന്ദു? എടാ, എന്താ പറ്റിയേ? എങ്ങോട്ടാ നീ പോകുന്നേ? ഞാൻ ഹോസ്റ്റലിൽ പോവാ, നാളെ കാണാം. നിക്കവിടെ, നീ എന്തിനാ കരയുന്നേന്ന് പറ. അതൊന്നുമില്ല. യു ലവ് ഹിം റൈറ്റ്? എന്താ? നിനക്ക് അവനെ ഇഷ്ടമാണല്ലേ എന്ന്.